ഹലോ ഗൈസ്, ക്രിപ്റ്റോമേനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓഗസ്റ്റ് 2 ആണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പനിൽ വന്ന പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അപ്ഡേറ്റ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് ടച്ച് ചെയ്യണം. അവിടെയാണ് നമ്മൾ ഈ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ്റെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഈ ഗെയിമിനെ കുറിച്ച് ഇപ്പോഴും വലിയ പിടിയില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഗെയിം എക്സാക്ട്ലി എന്താണ്, ജസ്റ്റ് കോയിൻസ് കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടണോ, അങ്ങനെ ഇപ്പോഴും ഡൗട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഐ ഓപ്പണറാണ്, അവരുടെ ഒരു കുറച്ചുകൂടി ഒരു ബോധം കിട്ടുന്ന രീതിയിലുള്ളൊരു അപ്ഡേഷനാണ് ഇന്നത്തെ ദിവസം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, ഈ പ്രൊഫൈൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കവിടെ സ്കിന്ന് കാര്യങ്ങൾ മാറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ സ്കിന്നോട് ഇവിടെ കാണാൻ പറ്റും, ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും, കുറച്ച് എക്സ്ട്രാ സ്കിന്നോട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ എന്തുണ്ട്, ടൈമർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൈമർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്കിന്നുകൾ ഇത്ര മണിക്കൂർ കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, ടൈം ഔട്ട് ടൈപ്പും. പിന്നീട് ആ സ്കിന്ന് കിട്ടില്ല. പിന്നെ മാത്രമല്ല എല്ലാ സ്കിന്നും 1 മില്യൺ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് ജസ്റ്റ് വാങ്ങി വെക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ആരും സ്കിപ്പ് അടിക്കരുത്, അവസാനം വരെ കാണാം. കാരണം എയർ ഡ്രോപ്പിൻ്റെ ഒരു ഇതിക്ക് എത്തുമ്പോൾ, അതായത് നമുക്കറിയാം ഹാംസ്റ്റർ കോമ്പനി സീസൺ 2 വരുന്നുണ്ട്. സീസൺ 1 അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ എൻഡ് ആവുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എയർ ഡ്രോപ്പിൻ്റെ ഒരു സ്ഥിതിക്ക് എത്തുന്ന ടൈമിനുള്ളിൽ നമ്മൾ ഇത് സെറ്റ് ആവാനാണ് ഈ ഒരു അപ്ഡേഷൻ കൂടി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ അപ്ഡേഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും എയർ ഡ്രോപ്പ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഗെയിം കൊണ്ടുപോകേണ്ടതെന്നുള്ളത് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു അപ്ഡേഷനിൽ ഏകദേശം വന്നിട്ടുണ്ട്. അത് നമ്മൾ റീഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സാമർത്ഥ്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴും മനസ്സിലാക്കേണ്ട പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗെയിം മോശം രീതിയിൽ മാറും. പിന്നെ നിങ്ങൾക്ക് വിചാരിച്ച രീതിയിൽ ബാക്കിയുള്ള പ്ലെയേഴ്സിനെ താരതമ്യം ചെയ്യുമ്പോൾ എന്തില്ല, നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഡ് വരെ കാണാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ്, ഈ സ്കിന്നുകളൊക്കെ എന്ത് ചെയ്യുക, ഈ ഫീച്ചേർഡ് സ്കിൻസൊക്കെ പുതിയത് നോക്കുന്നത് കാണാൻ പറ്റുന്നതിൽ കൂടെ ജസ്റ്റ് 217 അവർ മാത്രമേ സ്കിന്നുള്ളൂ. അപ്പോൾ ഈ സ്കിൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ട് വാങ്ങി വെക്കുക. ഓക്കെ, ഇവിടെ ഒരു 10 സ്കിന്നുണ്ട്. അപ്പോൾ 10 സ്കിന്നും വാങ്ങിച്ചോളൂ, ജസ്റ്റ് 10 മില്യൺ ആവുള്ളൂ. ഓൾ എന്നുള്ള സെഷനിൽ പോകുകയാണെങ്കിൽ ഇവിടെ വേറെ പല സ്കിന്നുകളും കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ എന്താണ് മുന്നേ വന്നുള്ള സ്കിന്നുകളാണ്. അതിൽ 10 മില്യൺ 20 മില്യൺ 200 മില്യൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ടൈമർ ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ബാലൻസ് എപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്ക് വാങ്ങിയാൽ മതി. ഫീച്ചേർഡ് സ്കിൻസ് എന്തായാലും വാങ്ങി വയ്ക്കുക. ഓക്കെ, കാരണം പുതിയ അപ്ഡേഷൻസിൽ സ്കിന്നിനും കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള സെക്ഷനിലേക്കാണ് പോകേണ്ടത്. അച്ചീവ്മെൻറ്റ്സ് എന്നുള്ള സെക്ഷനിൽ സി ഓൾ എന്നുള്ള ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതാണ് അപ്ഗ്രേഡ് കാർഡ്സ്. ഓക്കെ, അപ്ഗ്രേഡ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇവിടെ കാണാൻ പറ്റും 200 കാർഡ്സ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ അച്ചീവ്മെൻറ്റ് ഈ 3rd സെക്ഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ ഇത്രയുള്ളൂ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, യു ആർ എമംഗ് ടോപ്പ് 10% ഓഫ് യൂസേഴ്സ് ഹാവ് ദിസ് അച്ചീവ്മെൻറ്റ്. അത് അപ്ഗ്രേഡ് കാർഡ് എന്നാണ് പറഞ്ഞത്. അത് 50 കാർഡ്സ് വരെ എന്താണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളവർ, ആ ഒരു രീതിയിലാണ് ആ ഒരു എന്താണ് ഫസ്റ്റ് സെക്ഷൻ കൊടുത്തു നോക്കുന്നത്. ഓക്കെ, അതിൻ്റെ അടുത്ത സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം, അപ്ഗ്രേഡ് കാർഡ്സ് ടു ലെവൽ 15. അതായത് ലെവൽ 15 വരെ എന്ത് ചെയ്യുക, ഓരോ കാർഡുകൾ എത്തിക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് വീഡിയോ എങ്ങനെയാണ് നമുക്ക് എയർ ഡ്രോപ്പിൻ്റെ ചാൻസ് കൂട്ടാമെന്ന് നമ്മൾ ചാനലിൽ നമ്മൾ എടുത്തിട്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ കാർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് കൂടിയ കാർഡ് കുറഞ്ഞ കാർഡ് ഉണ്ട്, പക്ഷേ നമ്മൾ ശരിക്കും ഒരു CEO ആയിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഇത് CEO സിമുലേഷൻ ഗെയിമാണ്. അപ്പോൾ ഒരിക്കലും ഒരു കാർഡ് ഇമ്പോർട്ടൻസ് കുറവുള്ള കാർഡ് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കാർഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടയർ ഞാൻ ഓൾറെഡി ഫുള്ള് പാസ്സായി. അതുകൊണ്ട് തന്നെ അവിടെ ഗ്രീൻ ടിക്ക് വീണ്ട് ഇവിടെ കാണാൻ പറ്റും ഏറ്റവും ഹയസ്റ്റ് റാങ്ക് അതിൽ വന്നിട്ടുണ്ട് എൻ്റെ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, അത് അപ്ഗ്രേഡ് കാർഡ്സ് ടു ലെവൽ 15. കാർഡുകൾ 15 ലെവൽ 15 ആക്കി വയ്ക്കുക. അങ്ങനെ എത്ര കാർഡ് ഉണ്ട് അതിൻ്റെ 50 കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ 50 അല്ലെങ്കിൽ 50-ലധികം കാർഡ്സ് 15 ലെവലിന് മുകളിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ 15 ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗെയിം കളിക്കുന്ന 300 മില്യൺ പ്ലെയേഴ്സ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അതിൽ യു ആർ എമംഗ് 1% ഓഫ് യൂസേഴ്സ് ഹാവ് ദിസ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ അതിലെ ടോപ്പ് 1% ഞാൻ പെട്ടു. അതായത് അർത്ഥം ബാക്കി 99% ആൾക്കാരും 50 കാർഡ്സ് പോലും എന്ത് ചെയ്തിട്ടില്ല, അവർ ലെവൽ 15 ആയിട്ടില്ല, ഇത്ര അധികം പ്ലെയേഴ്സ് കളിക്കുന്ന ഗെയിമിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങളുടെ ഒരു ജേണി ഈ ഗെയിമിൽ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സ്ഥിതി നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഗ്രസ് കാർഡ് പോലെ നിങ്ങൾക്ക് തന്നെ നോക്കി അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, തേർഡാണ്, ഇത് ഒന്നും ആയിട്ടില്ല. കാരണം ഇത് സിമ്പിളായുള്ള ഒരു അച്ചീവ്മെൻ്റ് അല്ല. കാരണം സംഭവത്തുള്ളൂ കാർഡ് എന്ത് ചെയ്യുക, ലെവൽ 25 ആക്കാം. നമുക്കറിയാം, അതായത് ലെവൽ 15 കഴിഞ്ഞിട്ടൊരു 16, 17 ഒക്കെ ആകുമ്പോഴും മിക്ക കാർഡ്സിൻ്റെയും പ്രൈസ് 100 മില്യണും 200 മില്യണൊക്കെ എത്തും. അപ്പോൾ ലെവൽ 25 കാർഡ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ടോപ്പ് നിൽക്കുന്ന പ്ലെയേഴ്സിന് ഇത് മാത്രമായിരിക്കും. ചിലപ്പോൾ അവരിൽ പോലും ചിലപ്പോൾ ലെവൽ 25 കാർഡ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ കളിക്കുന്നവർ അല്ലെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നവർക്കായിരിക്കും ഈ ഒരു കാറ്റഗറിയിൽ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ്
കളക്ട് കോയിൻസ് നമ്മൾ ഇത്ര കാലങ്ങളായിട്ട് എത്ര കോയിൻസ് കളക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തിട്ടുണ്ടാവും, അത് നമ്മളെ എന്ത് ചെയ്യുന്നത് സ്പെൻഡും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ എത്ര കോയിൻസ് ഗെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെൻ്റെ സെക്ഷൻ വന്നുകൊണ്ട് ഈ ലാസ്റ്റ് 4ാമത്തെ സെക്ഷനിലാണ് ഞാൻ ക്വാളിഫൈ ആയിക്കുന്നത്. അപ്പോൾ നമ്മളത് കൂടുന്തോറും അടുത്ത സെക്ഷനും ക്വാളിഫൈ ആവും. ഓക്കെ, അപ്പോൾ 1.5 ബില്യൺ കോയിൻസ് ഞാൻ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് ടോപ്പ് 5%, ബാക്കി 95% ആൾക്കാരും ഈ ഒരു 1.5 ബില്യൺ കോയിൻസ് പോലും എന്ത് ചെയ്തിട്ടില്ല ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമാണ്. നമ്മൾ ടോപ്പ് 5 അല്ലെങ്കിൽ ടോപ്പ് 1%, ടോപ്പ് 10%ലൊക്കെ എന്നുള്ളത് നല്ലൊരു കേസാണ്. ഓക്കെ, അപ്പോൾ അടുത്താണ് ഇൻവൈറ്റ് ഫ്രണ്ട്സ്. ഓക്കെ, ഇൻവൈറ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഇതിലത്തെ ഒരു നല്ല രീതിയിൽ അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പക്ഷേ മിനിമം ഒരു 10 ഫ്രണ്ട്സെങ്കിലും ഇതെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ആയിണ്ടാവും, അല്ലെങ്കിൽ ആയിണ്ടാവണം. ഇത് 10 ഫ്രണ്ട്സെങ്കിലും ഇല്ലാത്തവരുടെ എല്ലാ കാർഡ്സും ഓപ്പൺ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഒരു സീരിയസ് മിസ്റ്റേക്കാണ്. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാ കാർഡ്സും അൺലോക്ക് ചെയ്യണം. ഓക്കെ, ടൈം ഔട്ട് ആയി പോകുന്ന കാർഡ്സ് ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള കാർഡ്സൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ടൈം ഔട്ട് ആണുള്ള മുന്നേ തന്നെ അത് നിങ്ങൾ അൺലോക്ക് ചെയ്ത് മാക്സിമം അപ്ഗ്രേഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ടൈമറിലെ കാർഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ കാർഡ് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കാർഡിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഫിറ്റ് നിങ്ങൾ എന്നേക്കായിട്ട് നഷ്ടപ്പെടുത്തും. ഓക്കെ, അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാർഡ്, ഒരു സ്പെഷ്യൽ കാർഡ് ഞാൻ ഒരു ലെവൽ 15 എത്തിച്ചെന്ന് വയ്ക്കാം. എൻ്റെ ഒരു ഓപ്പോസിറ്റുള്ള പ്ലെയർ അയാൾ ലെവൽ 10 എത്തിച്ചുള്ളൂ എന്ന് വയ്ക്കാം. അപ്പോൾ അയാളെക്കാളും കൂടുതലായിട്ട് എനിക്ക് ആ ഒരു കാർഡിന് ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ ഒരു 1 lakh കോയിൻസ് പ്രോഫിറ്റ് പെർ അവർ കിട്ടുന്നുണ്ടായിരിക്കും. ആ ഒരു ഡിസ്റ്റൻസ് ഞാനും ആ പ്ലെയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നും അങ്ങനെ തന്നെ നിലനിർത്തും. എന്തൊക്കെ ശ്രമിച്ചാലും ആ പ്ലെയറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു കാർഡ് എക്സ്പയർ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ കാർഡ്സ് എല്ലാവരും മാക്സിമം അപ്ഗ്രേഡ് ചെയ്യുക, അൺലോക്ക് ചെയ്യുക. ഒന്നും എക്സ്പയർ ആവാനായിട്ട് സമ്മതിക്കരുത്, അതിന് മുന്നേ തന്നെ മാക്സിമം ആക്കിക്കോളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൻവൈറ്റ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനെ മിനിമം ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കുക. ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറഞ്ഞത് മര്യാദയ്ക്ക് കളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാർഡ്സും ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ മിനിമം എന്തുകൊണ്ട് വരും, ഒരു 10 ഫ്രണ്ട്സോ 11 ഫ്രണ്ട്സെങ്കിലും വേണ്ട ഒരു റെഫറിൽ. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾ ഈ സെക്കൻഡ് സെക്ഷനെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ആയിട്ട് ആ അച്ചീവ്മെൻറ്റെങ്കിലും അൺലോക്കായി കിടക്കുന്നുണ്ടാവും എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അൺലോക്ക് സ്കിൻസ് നോക്കാം. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഒരു സ്കിന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുന്നേ 5 സ്കിന്ന്. ഇപ്പോൾ ഞാൻ കുറച്ച് സ്കിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സ്കിന്ന് വേണമെന്ന് വെച്ചാൽ അച്ചീവ്മെൻറ്റ്സ് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഇതിലത്തെ എല്ലാ കാര്യങ്ങളും എയർ ഡ്രോപ്പിൻ്റെ ഇതിന് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്കിന്ന് എത്ര സ്കിന്നുണ്ടെന്നുള്ളത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്കിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്ലെയറിന്, ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലെയറിന് മാത്രമാണ് എന്ത് ചെയ്യണമല്ലോ, ഒരു 100 മില്യൻ്റെയും 200 മില്യൻ്റെ ഒക്കെ സ്കിന്ന് വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങേക്കും അത്തരത്തിലുള്ള പ്ലെയർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്ര സ്കിന്നുണ്ടെന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ, നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ ഒരു ഒരു കഴിവ് കാണിക്കുന്നൊരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ സ്കിന്നിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതൊരു ഡെമോ പോലെ കാണിച്ചാൽ എനിക്കിപ്പോൾ 5 സ്കിന്നുണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ കുറച്ച് സ്കിന്ന് വാങ്ങുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അച്ചീവ്മെൻറ്റ് ഞാൻ വന്നത് പറയും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 5 സ്കിന്നാണല്ലോ ഗെയിം ഓൺ കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോരോ അച്ചീവ്മെൻറ്റ്സ് കൂടുതലായിട്ട് എടുക്കുമ്പോഴും പുതിയ അച്ചീവ്മെൻറ്റ്സ് എന്ത് ചെയ്യും, ഓപ്പണായി വരും. അപ്പോൾ ഞാനത് 3ാമത്തെ ഒരു സ്കിൻ, 4ാമത്തെ ഒരു സ്കിൻ കൂടി ഞാൻ അൺലോക്ക് ചെയ്ത്, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വരും. നമ്മൾ ഏതെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ഓപ്പൺ ആക്കുമ്പോൾ കണ്ട ഇങ്ങനെ മെസ്സേജ് വരും, ന്യൂ അച്ചീവ്മെൻറ്റ് അൺലോക്ക്ഡ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇന്ന അച്ചീവ്മെൻറ്റ് നമ്മൾ ഓപ്പൺ ആയെന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കിന്നിൻ്റെ ഇമ്പോണ്ട് അല്ലെങ്കിലും ബാക്കിയുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കളി വെച്ചിട്ട്, കളിയുടെ ബേസിൽ, നിങ്ങളുടെ പെർഫോമൻസിൻ്റെ ബേസിൽ നല്ല രീതിയിൽ കാർഡ്സും അപ്ഗ്രേഡ്സൊക്കെ മാനേജ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അൺലോക്ക് ചെയ്യുക. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്തുകൊണ്ട് ഗുണമുണ്ടോയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഇൻ ഗെയിമിൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഞാൻ ഇതിലിപ്പോൾ ടോപ്പ് പൊസിഷനിൽ ഈ ഒരു റേഞ്ചിൽ വന്നു വെച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് റിവാർഡ് കാര്യങ്ങളൊന്നും കിട്ടില്ല. പക്ഷേ നിങ്ങൾക്കിത് തന്നെ അറിയാൻ പറ്റും, ഇത്രയും പ്ലെയേഴ്സ് ഉള്ള ഒരു ഗെയിമിൽ നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, നിങ്ങൾക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ എല്ലാ പ്ലെയേഴ്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കണമെന്ന് ഇത് കേട്ടോ, പ്രോഫിറ്റ് പെർ അവർ. കാരണം പ്രോഫിറ്റ് പെർ അവർ ആണ് അവർ ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഷുവറായിട്ടും എയർ ഡ്രോപ്പിന് വരുന്ന ഒരു ക്രൈറ്റീരിയ. പല ക്രൈറ്റീരിയസ് അവർ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്, പക്ഷേ അതിലൊന്നും ഒരു ക്ലാരിറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. നമുക്കത് ഊഹിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ ഇപ്പോഴത്തെ ഒരു സ്ഥിതിക്ക്. പക്ഷേ പ്രോഫിറ്റ് പെർ അവർ ആണ് അവർ സ്റ്റാർട്ടിങ് തൊട്ടേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ എൻ്റെ പ്രോഫിറ്റ് പെർ അവർ 3 മില്യൺ മുകളിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3 മില്യൺ മുകളിലായപ്പോൾ വന്നിട്ട് യു ആർ എമംഗ് ടോപ്പ് 1% ഓഫ് യൂസേഴ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോഫിറ്റ് പെർ അവർ മിനിമം 3 മില്യണെങ്കിലും ആക്കാം. ഓക്കെ, എന്നാലാണ് കാര്യമുള്ളൂ. ഇനിയിപ്പോൾ ഗെയിം വീണ്ടും കുറേ നാൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 മില്യൺ എന്നുള്ളതും വലിയൊരു എമൗണ്ട് അല്ലാതെ വരും. പക്ഷേ ഇത് ഓൾറെഡി ഒരു ടോപ്പ് ലെവലായിട്ടുണ്ട്. അപ്പോൾ ഗെയിം ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു ടൈം കൂടി ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 മില്യൺ ആണ് ഇപ്പോഴത്തെ ഒരു
മിനിമം റേഞ്ച് ഇട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാക്കി 99% ആൾക്കാർ 300 മില്യൺ പ്ലെയേഴ്സുള്ള 99 മില്യൺ യൂസേഴ്സിൻ്റെ പ്രോഫിറ്റ് പെർ അവറും 3 മില്യണേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കുറേ അക്കൗണ്ട്സ് ഫേക്ക് ആയിട്ടുള്ളതും കളിക്കാത്ത യൂസ് ചെയ്യാത്ത അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നാണ് അറിയേണ്ടത്. അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ എത്രയാണ്. ഒരിക്കലും 2 മില്യൺ പ്രോഫിറ്റ് പെർ അവർ വെച്ചിട്ട് ഞാൻ ലോഡ് റാങ്കിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ ഒരു ടേക്ക് ഇതിൻ്റെ ബേസിൽ ഇത് തന്നെയായിരുന്നു. റാങ്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ കൂട്ടാം. പ്രോഫിറ്റ് പെർ അവർ ഒരു 2 മില്യൺ 3 മില്യൺ ഒക്കെ എത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 24 hours 40 മില്യൺ 60 മില്യൺ ഒക്കെ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്ര ഏണിംഗ് ഉള്ളപ്പോൾ നിങ്ങൾക്കൊരു 2 ദിവസമെങ്കിലും കോയിൻസ് കളക്ട് ചെയ്ത് വെച്ചാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് വരും, ഗ്രാൻഡ് മാസ്റ്റർ ലീഗിലേക്ക് കടക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ എത്തിച്ചിട്ട് പിന്നെ നിങ്ങൾ കാർഡൊന്നും അപ്ഗ്രേഡ് ചെയ്യാണ്ട് ഡെയിലി കോമ്പോസ് ഒന്നും ചെയ്യാണ്ട് വെറുതെ കോയിൻസ് കൂട്ടി വെച്ച് ലോഡ് എത്തുന്നതിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടല്ല എയർ ഡ്രോപ്പ് ഉണ്ടായിരിക്കാം. ഓക്കെ, പല ഫാക്ടേഴ്സ് അവർ കൂട്ടും. ഇതിൻ്റെ ഒക്കെ ഒരു ആവറേജ് ആയിട്ടാണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്ന എയർ ഡ്രോപ്പ് നിശ്ചയിക്കപ്പെടാം എന്നാണ് ഇതുവരെയുള്ള അപ്ഡേഷൻ. ഓക്കെ, അതിലത്തെ ഒരു ഫാക്ടറാണ് അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്, പ്രോഫിറ്റ് പെർ അവർ. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടറിനാണ് നിങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷേ നിങ്ങൾ നല്ലൊരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും, കാർഡുകളുടെ കേസാണെങ്കിലും റാങ്കിൻ്റെ കേസാണെങ്കിലും ഇതിൻ്റെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. പ്രോഫിറ്റ് പെർ അവർ കൂട്ടുന്നതിനൊപ്പം തന്നെ റാങ്ക് കൂട്ടാനും നോക്കാം, കോയിൻസ് കളക്ട് ചെയ്യാൻ നോക്കാം, കാർഡ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. എന്നാലാണ് നിങ്ങൾക്ക് വിചാരിച്ച പോലൊരു ഔട്ട്പുട്ട് ഇതിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ അടുത്താണ് നിങ്ങളോട് എല്ലാവരോടും പറയാറുണ്ടായിരുന്നു, അതായത് ഹാംസ്റ്ററിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണണം എന്നുള്ളത്. ഓക്കെ, അത് കാണാൻ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. വീഡിയോ ഫുള്ള് കാണണമെന്നൊന്നുമില്ല, ജസ്റ്റ് ടച്ച് ചെയ്യുക, യൂട്യൂബിലേക്ക് പോകും, തിരിച്ച് വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ കണ്ട പോലെ അത് കിടക്കുന്നുണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ 1 lakh കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അന്ന് ഗിഫ്റ്റ് പോലെ. അപ്പോൾ അതൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് അവർ ഇന്ന പ്ലെയർ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് അവർക്ക് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു ഫാക്ടറായിട്ട് അവരിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 25 വീഡിയോസ് എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ധാരണയില്ല ഞാൻ എത്ര വീഡിയോ കണ്ടു എന്നുള്ളത്, പക്ഷേ ഇതിൽ ഇങ്ങനെ കിടക്കുന്നു. ഓക്കെ, 25. അപ്പോൾ അതിൽ വേറെ ഇതുണ്ട്. അപ്പോൾ ടോപ്പ് 10% ആൾക്കാരിൽ ഞാൻ വന്നു. അപ്പോൾ നിങ്ങളും ചിന്തിക്കുക, നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, അതിൽ നിന്ന് എത്ര കോയിൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, അത് കാലയ്ക്ക്. പിന്നെ ഹാംസ്റ്ററിൻ്റെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പിൽ കയറിയിട്ട് നിങ്ങൾ എത്ര ദിവസമായി? ഞാൻ 60 ദിവസമായിട്ടുണ്ട്. ഇവിടെ 100 200 ഒക്കെ ഉണ്ട്. ചിലപ്പോൾ 100 ദിവസമായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. 200 ദിവസം ഇത് ഇറങ്ങിയിട്ടായതൊന്നും എനിക്കറിയില്ല. ആയിട്ടുള്ള ചാൻസ് വരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ഹാംസ്റ്റർ യൂട്യൂബ് വീഡിയോസിൻ്റെ കേസ് വിടാം, നമുക്ക് ഹാംസ്റ്റർ ടെലഗ്രാമിൻ്റെ കാര്യം വിടാം. പ്രോഫിറ്റ് പെർ അവർ, അതുപോലെ തന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ്, കളക്ട് കോയിൻസ്, പിന്നെ അപ്ഗ്രേഡ് കാർഡ്സ് ടു ലെവൽ 15, പിന്നെ അപ്ഗ്രേഡ് കാർഡ്സ്. ഈ 5 or 6 ഓക്കെ, ഈ കാറ്റഗറീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് എത്രത്തോളം ആണെന്ന് ഈ ഒരു അപ്ഡേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റാങ്കിൻ്റെ ഒരു കാര്യം ഇവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, അതിനർത്ഥം റാങ്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല കേട്ടോ. നിങ്ങൾക്ക് റാങ്ക് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ കൂടുതലാണെന്ന് അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞുള്ള കേസാണ്. അത് ഗ്രാൻഡ് മാസ്റ്ററിൽ നിൽക്കുന്ന ഒരു ആളുടെ എക്സ്ചേഞ്ചിനേക്കാളും വാല്യൂ ഉണ്ട് ലോഡിൽ നിൽക്കുന്ന ഒരു സിഇഒൻ്റെ എക്സ്ചേഞ്ചിന്. ഓക്കെ, പക്ഷെ നിങ്ങൾ അതേസമയം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ, അതായത് ഇപ്പം മുകേഷ് അംബാനിൻ്റെ ഒരു കേസ് എടുത്ത് നോക്കിയാൽ, അങ്ങേരുടെ കമ്പനി വലിയൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ആളുടെ കമ്പനിക്ക് ടേൺ ഓവർ ഒരിക്കലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 2 ലക്ഷം 3 ലക്ഷം ആയിരിക്കില്ല. അതേസമയം നമ്മുടെ ഇവിടെയുള്ള ഒരു സാധാരണ ഒരു ടെക്സ്റ്റൈൽ കട എന്ന് വയ്ക്കാം, അങ്ങനത്തെ ഒരു കടയ്ക്ക് ഒരിക്കലും മാസം 10 കോടി 20 കോടി ടേൺ ഓവറും ഉണ്ടായിരിക്കില്ല. വലിയൊരു കമ്പനി ആയിരിക്കുമ്പോൾ അതിന് വലിയ ടേൺ ഓവർ, വലിയ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചെറിയ കമ്പനീസിന് ഇതായിരിക്കും, അതിനനുസരിച്ചൊരു ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ലാഭമായിരിക്കും ആ കമ്പനിക്ക് ഉണ്ടായിരിക്കുക, ടേൺ ഓവർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലോഡിലെത്തിയാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സ്ചേഞ്ച് വലിയൊരു എക്സ്ചേഞ്ച് ആയിട്ടാണ് പിന്നെ കണക്കാക്കുക ഇവിടെ. അപ്പം നിങ്ങൾക്ക് വലിയൊരു എക്സ്ചേഞ്ചിന് അനുസരിച്ചുള്ള പ്രോഫിറ്റ് പെർ അവർ ആണോ നിങ്ങളുടെ എക്സ്ചേഞ്ചിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്വയം. അപ്പോൾ ശരിക്കും ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ റാങ്ക് കൂട്ടുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് പെർ അവറും കൂട്ടണം. പ്രോഫിറ്റ് പെർ അവർ ഒരു 4 മില്യൺ ഒക്കെ കടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലോഡിക്ക് വേണമെങ്കിൽ എത്താം, വലിയ കുഴപ്പമില്ല. പിന്നെ
എന്നാലും അത് വലിയൊരു ഓപ്ഷനല്ല. എൻ്റെ പ്രോഫിറ്റ് പെർ അവർ ഈ ഒരു അക്കൗണ്ടിലത്തെ 4.5 million ആണ്. എന്നിട്ട് ഞാൻ ലോഡ് ഇതുവരെയായിട്ട് അച്ചീവ് ചെയ്തിട്ടില്ല. അത് കോയിൻസ് കളക്ട് ചെയ്തിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാണ്ടല്ല, അച്ചീവ് ചെയ്യാണ്ടാണ്. ഓക്കെ, കാരണം ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു ലോഡ് എന്നുള്ളൊരു ലെവലിൽ എത്തിയിട്ട് 4.5 million എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശമൊരു പ്രോഫിറ്റ് പെർ അവറാണ്. കാരണം ഇപ്പോൾ ടോപ്പ് നിൽക്കുന്ന പ്ലെയേഴ്സിൻ്റെ ആണ് നമ്മൾ നോക്കേണ്ടത്. അവരുടെ പ്രോഫിറ്റ് പെർ അവർ എന്ന് പറയുന്നത് 6 million ഒക്കെ ക്രോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ 4.5 million ആണ്. അപ്പോൾ 4.5 million ഉള്ള ഒരാൾ ലോഡ് എത്തുന്ന പറഞ്ഞാൽ ലോട്ടറി അടിച്ച പോലെ എത്തുന്ന കേസാണ്. കാശ് എന്താണ് കോയിൻസ് കൂട്ടി വെച്ചുണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ പരിപാടി എനിക്ക് ഇതിൽ വർക്കിംഗ് ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ ലോഡ് എത്തിയാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫീൽ ബാഡ്, നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ എന്ത് ചെയ്യുക, കൂട്ടാൻ നോക്കാം. അതുപോലെ തന്നെ ലോഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുക, ഒരു 100 million 100 അല്ല 1 billion അല്ലേ, 1000 million ആണ്. ഓക്കെ, അതിനാണ് താഴേക്കും പോകാണ്ട് നോക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കോയിൻസ് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ലോഡ് അടിക്കാൻ നിൽക്കുന്നതാണ് നല്ലത്. ഒരു 900 million 800 million ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യുക ബാലൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ മാക്സിമം കൂട്ടാം. അപ്പോൾ അങ്ങനെയാണെന്നുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പെട്ടെന്നൊരു ഇതിൻ്റെ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഇത് വരാണ്, അനൗൺസ്മെൻറ്റ് വരാണ്. അതിൽ പറയാണ് ലോഡാണെങ്കിൽ നിങ്ങൾ കൂടുതൽ എയർ ഡ്രോപ്പ് എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി 800 million കോയിൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ദിവസം 3 ദിവസം കോയിൻസ് കളക്ട് ചെയ്ത് ഈസി ആയിട്ട് ലോഡ് അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ തീരെ ബാലൻസ് ഇല്ലാതെ ഇരിക്കരുത്, എന്നാൽ ബാലൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് കോയിൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. നമ്മൾ പ്രോഫിറ്റ് പെർ അവർ സ്റ്റഡി ആയിട്ട് എന്ത് ചെയ്യുക, കൂട്ടി കൊണ്ടുപോകുക. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് കൂടുതലുള്ള കാർഡ്സാണ്. പക്ഷേ ഒറ്റ കാർഡ്സ് നിങ്ങൾ ലെവൽ 1, 2, 3 ആയിട്ട് നിർത്തരുത്. എല്ലാ കാർഡ്സും ഒരു മിനിമം ലെവൽ 10 അതിന് മുകളിലേക്കോ ആക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് പെർ അവർ ഒരു 4 million ആകുമ്പോൾ ഒരു 500 million ബാലൻസ് ആക്കാം. ഒരു 5 million ഒക്കെ അടുത്തേക്ക് പോകുമ്പോഴേക്കും നിങ്ങൾ ലോഡിൻ്റെ അടുത്തേക്ക് ആക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് റാങ്കിലാണ് നിൽക്കുന്നത്, ആ റാങ്കിൻ്റെ ടോപ്പ് ഇപ്പോൾ കാണിച്ചാലും നിങ്ങൾ ഏത് റാങ്കിലാണ് നിൽക്കുന്നത് ആ റാങ്കിൻ്റെ ടോപ്പ് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗ്രാൻഡ് മാസ്റ്ററാണ്. ഇതിൻ്റെ ടോപ്പ് നിൽക്കുന്ന പ്രോഫിറ്റ് പെർ അവർ 6.5 million ആണ്. അപ്പോൾ ഈ 4.5 million ഉള്ള ഞാൻ ലോഡി പോയുള്ള അവസ്ഥ ആലോചിച്ചോക്കെ. ലോഡിലത്തെ ടോപ്പ് പ്രോഫിറ്റ് പെർ അവർ 7 million ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 million പ്രോഫിറ്റ് പെർ അവർ ഉള്ള ആൾക്കാരൊക്കെ ലോഡ് അടിച്ചിട്ട് എന്താണ് പ്രയോജനം എന്നാണ് ഒരു കോമൺ സെൻസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അതിലത്തെ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തൊരു കാശ് വീണ്ടും കൂട്ടി വെച്ച് ലോഡ് അടിക്കാനുള്ള പ്രയത്നം തുടരാം. ഓക്കെ, അപ്പോൾ റാങ്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടി ആയിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്തിട്ട് എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം അച്ചീവ്മെൻ്റ് ആയിട്ടുണ്ട് അത് നോക്കുക. നിങ്ങളുടെ അക്കൗണ്ടിന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വയം അസസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടെത്തുക. തെറ്റ് കുറ്റങ്ങൾ അല്ലെങ്കിൽ അപാകതയായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം.